അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശിവകാർത്തികേയൻ്റെ ഏറ്റവും പുതിയ സിനിമ, രാജ് കമൽ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ സെയ്യോൺ എന്നാണ് പടത്തിൻ്റെ പേര്. അതിൻ്റെ ഒരു ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ട്, കണ്ടു നോക്കാം നമുക്ക്. 3.5 മിനിറ്റ് ഉണ്ട് കേട്ടോ. ടീസർ കണ്ട് നമ്മൾ ഉറങ്ങിപ്പോകും. കുറേ നേരം ഉണ്ടാവും. വിക്രത്തിന്റെ പടത്തിന്റെ ഒരു വൈബ്. വീരസിംഹദൂരൻ. അതിന്റെ ഫസ്റ്റ് ടൈറ്റിൽ ടീസർ ഇതുപോലെ എന്തോ അങ്ങനെ പോലീസ് സ്റ്റേഷൻ പരിപാടി என்ன நடந்து கேட்டாங்கயா சொன்னேன் பாய் வழியா குத்திட்டாங்கயா அவா என்ன நடந்து சொன்ன வள்ளி திருமணம்யா வள்ளி திருமணம் சாமி நடத்துக்கு அடிக்கிறாங்கன்னா சாமி இல்லைன்றானா? சாமி இல்லை, രാജ്കമൽ വാച്ചല്ലേ വിരുമാണ്ടി. വിരുമാണ്ടി ശരീരം കുറച്ച് ഹരം വെച്ചിട്ടുണ്ട് ശരിക്കും. നല്ലപോലെ വിരുമാണ്ടി പാട്ടിനകത്തുണ്ടല്ലോ. വിരുമാണ്ടി സ്വാമി. ഏത് വിജയെ കുറിച്ച് പറയുന്നത്? വിരുമാണ്ടി ആണോ? അങ്ങനെ ചെയ്യുമല്ലോ. ശിവകുമാർ മുരുകേശൻ. ഒക്ടോബർ റിലീസാണ്. അപ്പോൾ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് അല്ലേ നടന്നുകൊണ്ടിരിക്കുമല്ലോ. വിരുമാണ്ടിയിലെ വാച്ചാണത് പുള്ളിയുടെ കൈ കിടക്കുന്നത്. അതാണ് മറ്റേ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ വിരുമാണ്ടി. പിന്നെ ഇതിനകത്ത് വിരുമാണ്ടി പാട്ടിനകത്തുകൊണ്ട് വിരുമാണ്ടി സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് പരിപാടി എന്ന് മനസ്സിലായില്ല. എന്താണ് സംഭവം? സെയ്യോൺ അത് തന്നെ. സ്വാമി കയറുന്ന ഒരാളാണ്. അല്ല, കമലഹാസൻ അമരൻ ഭയങ്കര ഹിറ്റായി. അതെ അതെ അത് തന്നെ. രാജ്കമൽ നല്ല സമയമാണ്. നല്ല സമയമാണ്. അതെ, ആഫ്റ്റർ വിക്രത്തിന് ശേഷം അവർ നല്ല സമയമാണ്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് പാടിയത് തഗ് ലൈഫിലായിരുന്നു. പിന്നെ മറ്റേ ഇന്ത്യൻ ടൂലൊന്നും അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. പോയി അഭിനയിച്ചു കൊടുത്തല്ലോ. പിന്നെ അതെ, മണിയുടെ കൂടെ ഇഷ്ടം പോലെ കാശുണ്ട്. അതെ, കുറച്ച് കത്തിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചെയ്ത് കൊണ്ടുപോകാൻ തോന്നുന്നു. അതെ, ഇതും കണ്ടിട്ടൊരു വെൽ മെയ്ഡ് ഫിലിം. അതെ, ഒരു റൂറൽ ബേസ്ഡ് ഈ പറഞ്ഞ ഒരു ആക്ഷൻ പടമായിരിക്കും തോന്നുന്നു. ഇത് ആക്ച്വലി കട്ട്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ ആ സീൻ. അതേപോലെ എനിക്കൊന്ന് വീരധീര സൂര്യനും ഏകദേശം ഇതുപോലെ സീൻസ് ആയിരുന്നു കാണിച്ചോണ്ടിരുന്നത്. ഇതുപോലെ അവൻ സ്റ്റേഷനിൽ വന്നിട്ട് ബോംബ് പക്ഷെ അത് പടത്തിലില്ലായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ അടുത്ത പാർട്ടിൽ ശരിയാണ് ഇറങ്ങില്ലല്ലോ. ഓ, അത് ഇറങ്ങത്തില്ല. ഫസ്റ്റ് പാർട്ടിൽ വരും. ഫസ്റ്റ് പാർട്ട് ആക്ച്വലി ഞാൻ
നമ്മൾ കണ്ട സെക്കൻഡ് പാർട്ടാണ് ആണോ കണ്ട പാടാ കണ്ടത്. സെക്കൻഡ് ഫസ്റ്റ് പാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. രസമുണ്ട്. അതങ്ങനെ ഭയങ്കര പുതുമയുള്ള പടമല്ല, പക്ഷെ എന്നാലും decent അതായത് നമ്മൾ ഈ പടമാണ്. പറഞ്ഞ മറ്റേ സ്ഥിരം മറ്റേ ജോൺ വിക്കിന്റെ കഥ നമുക്കൊരു ഭയങ്കര റൂറൽ സെറ്റിംഗിൽ അവതരിപ്പിച്ചൊരു ഫീൽ ആയിരുന്നു. ഒരു നമുക്ക് പക്ഷെ അതിന് അന്നത്തെ പ്രശ്നം ഭയങ്കര ലെങ്ത് length ആയിരുന്നു. അത് തീരുന്നില്ല ഈ പടം. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോയി ഒരു പോയിന്റ് ചില സമയത്ത് കുറങ്ങി പോകും. പിന്നെ ഒരു 16 അവസാനം മറ്റേ പാട്ട് വന്നപ്പോൾ നടന്നു 16 മിനിറ്റിന്റെ എന്തൊരു വൺ ഷോട്ട് അത് മാത്രമായിട്ട് കട്ട് ചെയ്ത് കണ്ടാൽ നല്ല പരിപാടി. പക്ഷെ അതൊക്കെ വരുന്നത് ഭയങ്കര എൻഡിലൊക്കെയാണ്. അതെ അതെ. അപ്പം നമുക്ക് ആ സിനിമ കുറച്ചധികം വലിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഈ ടീസർ തുടങ്ങുമ്പോഴേ നമുക്ക് ആ മൂഡാണ് കിട്ടുന്നത്. അതിനകത്തും ഇങ്ങനെ അതായത് എന്തോ അമ്പലത്തിലെ പരിപാടി നടക്കുന്ന പോലെ ഇങ്ങനെ പടക്കം പൊട്ടുന്ന സീനും എല്ലാം ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നുണ്ട്. കാരണം അവിടെയും ആ പടത്തിനകത്തും ഇങ്ങനെ അമ്പലത്തിലൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് അതിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ് ഫുൾ പടം. അത് ഒറ്റ നൈറ്റിലെ സ്റ്റോറി ഒന്നും അല്ലായിരുന്നു. സിയോൺ എന്ന് പറഞ്ഞാൽ സെയ്യോൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമാണ്. സെയ്യോൻ പാട്ടിനകത്തുണ്ടല്ലോ സെയ്യോനെ എന്ന് പറയുന്ന പാട്ടിനകത്ത് ചിലപ്പം വിരുവാണ്ടി സ്വാമിയെ അത് നമ്മൾ പറയുന്നില്ലേ, നമ്മൾ അതായത് ഈ എല്ലാം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമാണെന്ന് തോന്നുന്നു. സെയ് യഥാവത് സെയ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് സെയ്യോൻ എന്ന് വെച്ചാൽ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥമെന്ന് നമുക്ക് തോന്നുന്നു. അത് തെറ്റാണെങ്കിൽ തിരുത്തുക സുഹൃത്തുക്കളെ. തെറ്റായിരിക്കും. അടി വരുന്ന മലയാളികൾക്ക് അതിപ്പോൾ നമുക്ക് എന്തിനാ. സോ അപ്പോൾ ഇത് ഒക്ടോബറാണ് റിലീസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് നീങ്ങി കാണും, അറിയില്ല. എന്തായാലും ഇനി അടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വരട്ടെ. അപ്പം നമുക്ക് അത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ആക്ച്വലി പുള്ളിയുടെ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഈ ശിവകാർത്തികൻ ബോഡി വെച്ചിട്ടുണ്ട്. ശിവകാർത്തികൻ കുറച്ച് മാറിയില്ല. പുള്ളി ഇപ്പം ശിവകാർത്തികൻ്റെ ഇപ്പം അടുപ്പിച്ചുള്ള എല്ലാ പടവും നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ്. എനിക്ക് പുള്ളിയും ഈ പറയുന്ന തിരിച്ച് ഒരു കോമഡി വല്ലപ്പോഴും ചെയ്യണമെന്നുണ്ട്. അതെ അതെ. പുള്ളിയുടെ പഴയ ആ ട്രാക്കിലേക്ക് വരുത്തപ്പെടാതെ വരുത്തപ്പെടാതെയാണ് ഇപ്പോഴും ഇഷ്ടമുള്ളത്. അങ്ങനെ ആ ലൈനിൽ ഇടയ്ക്ക് ഒരു ഫൺ പടം ഇപ്പോഴും ചെയ്യണം. ഇപ്പൊ പുള്ളി പറയുന്ന പോലെ ചോറുണ്ണുമ്പോ കാണാൻ ചോറിനുമ്പോ കഴിക്കാൻ പറ്റില്ല. എന്തും മാത്രം പടമാണോ ചോറിനുമ്പോ കാണുന്നത് അല്ലേ? ഈ പടം കാണാൻ തന്നെ ഇഷ്ടം പോലെ ഡെയിലി ചോറുണ്ടല്ലോ അതല്ലേ. രാവിലെ ചോറുണ്ടോ, ഉച്ചക്ക് ചോറുണ്ടോ, വൈകിട്ട് ചോറുണ്ടോ. സോ അപ്പോൾ നമുക്ക് ഈ പടത്തിനടുത്ത അനൗൺസ്മെന്റ് ഒക്കെ എന്തെങ്കിലും വരട്ടെ. നമുക്ക് അതും നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും.